ശബരിമല മകരവിളക്ക് ഈ 15-ാം തീയതിയാണ്. മകരവിളക്കിനോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുന്നതുകൊണ്ട് ശബരിമലയിൽ ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല. തുടർച്ചയായ ദിവസങ്ങളിൽ 1 ലക്ഷത്തിന് മുകളിലാണ് മല കയറുന്ന 18-ാം പടി ചവിട്ടുന്ന ഭക്തന്മാരുടെ എണ്ണം. മകരവിളക്ക് ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്താൻ പോലീസും ദേവസ്വം ബോർഡും ഇന്ന് യോഗം ചേരും. അരുൺ പാറയ്ക്കൽ ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 18-ാം പടിയിലൊക്കെ 4400ഓളം ആളുകളെ ഒരു മണിക്കൂറിൽ 18-ാം പടി കയറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസും എല്ലാവിധ ജാഗ്രതയോടും കൂടിയാണ് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ആന്റി നക്സൽ കോഡിന്റെ തലവൻ സുജിത് ദാസ് IPSനാണ് സന്നിധാനത്തെ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ ചുമതല. 2500ഓളം പോലീസുകാരെ ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമായും പോലീസ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ മകരവിളക്കിനോടനുബന്ധിച്ച് എത്തുന്ന തീർത്ഥാടകർ തമ്പടിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രധാനമായും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പോലീസും ദേവസ്വം ബോർഡും ഇന്ന് ഈ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി പമ്പയിലും സന്നിധാനത്തും യോഗം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സുജിത് IPSന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. അനിയന്ത്രിതമായ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. പലപ്പോഴും ശബരിമല മുതൽ ഘട്ടമായ തീർത്ഥാടകരെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. മാത്രമല്ല, ഈ പുല്ലുമേട് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം ഇത്തവണ വർദ്ധിച്ചിട്ടുണ്ട്. കുട്ടികളുടെയും പ്രായമായ ആളുകളും ശബരിമലയിലേക്ക് എത്തുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. ഈ 15-ാം തീയതി മകരവിളക്കിനോടനുബന്ധിച്ച് 14, 15 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് അത് 40,000-ആയും 50,000-ആയും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ദേവസ്വം ബോർഡ് തീർത്ഥാടകരോട് ഒരു കാര്യം കൂടി അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഈ കുട്ടികളും പ്രായമായവരും തിരക്ക് പരിഗണിച്ചുകൊണ്ട് 14, 15 തീയതികളിൽ ശബരിമലയിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. മറിച്ച് അവർക്ക് 16 മുതൽ 20 വരെ സുഖദർശനത്തിനുള്ള ഒരു സംവിധാനം ദേവസ്വം ബോർഡ് ഒരുക്കുന്നുണ്ട്. നിയന്ത്രിക്കുന്ന ദേവസ്വം അരുൺ പാറയ്ക്കലാണ് നമുക്കൊപ്പം ചേർന്ന് ശബരിമല സന്നിധാനത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.